വെൽക്കം ബാക്ക് ടു ABCD വ്ളോഗ്. എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ? സുഖല്ലേ? ഒരു പെരുന്നാൾ തലേന്നുള്ള ഒരു വ്ളോഗാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അറിയില്ല അത് എവിടെ പോയിട്ട് അവസാനിക്കുമെന്നുള്ളത്. അവർ എണീറ്റിട്ടുള്ളൂ, 11 മണിയായി, ലീവല്ലേ, അപ്പോൾ എഴുന്നേറ്റിട്ടുള്ളൂ. അപ്പോൾ നമുക്കൊരു പേയ്മെൻറ്റ് വാങ്ങാനുണ്ട്. അപ്പോൾ ആദ്യം അതിന് നമ്മൾ മുഷീരിബിൽ പോവുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ മുഷീരിബിൽ പോവാം. ഓക്കെ, അവിടുന്ന് ഒരു ഫോട്ടോഗ്രാഫിയുടെ നമ്മൾ വർക്ക് ചെയ്തതിൻ്റെ ഒരു പേയ്മെൻറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് പോയിട്ട് കളക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 10 മിനിറ്റ് ഉള്ളൂ കേട്ടോ മുഷീരിബിലേക്ക്. മുഷീരിബ് ഡൗൺ ടൗൺ ജസ്റ്റ് 1, 2, 3 സിഗ്നൽ കഴിഞ്ഞാൽ, ഞാൻ താമസിക്കുന്നിടത്തു നിന്ന് 3 സിഗ്നൽ കഴിഞ്ഞാൽ മുഷീരിബിലെത്തി. അങ്ങനെ വണ്ടി നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മേലെ കയറാം. ഇത് അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ആണ്. ഈ ഒരു പാർക്കിങ്ങിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഖത്തറിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വേൾഡ് റെക്കോർഡ് കിട്ടിയ പാർക്കിംഗ് സ്ലോട്ടുകളാണിത്. മുഷീരിബ് ഡൗൺ ടൗൺ എന്ന് പറയും. ഒരു ഒരു സിറ്റി പോലെ, അല്ലെങ്കിൽ കുറേ ഓഫീസും റെസിഡൻഷ്യലും ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതിന് എങ്ങനെയാണ് എന്താ പറയുക, വേൾഡ് റെക്കോർഡ്, എന്തിനാണ് വേൾഡ് റെക്കോർഡ് കിട്ടിയെന്ന് പറഞ്ഞാൽ, ഏറ്റവും കൂടുതൽ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഉള്ള ലോകത്തിലെ ഒരു ഡൗൺ ടൗണിനാണ് കിട്ടിയിട്ടുള്ളത്. 10,000-ൽ പരം അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിന് അടുത്ത് ഏകദേശം 1 മാസമായിട്ടുള്ളൂ വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ട്, ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ പാർക്കിംഗ് ഫീസ് അടക്കുന്ന സ്ഥലമാണ്. നമുക്ക് നമ്മുടെ പേയ്മെൻറ്റ് വാങ്ങാൻ വേണ്ടി പോവാം. ഈ ടൈം ആയതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനില്ല. നേരെ 11 മണിയല്ലേ ആയിട്ടുള്ളൂ. പ്രത്യേകിച്ച് ഇപ്പോൾ സമ്മറും കൂടെ അല്ലേ, ഒരു മനുഷ്യനില്ല. ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോഴാണ് ആളുകൾ വരുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ പേയ്മെൻറ്റ് വാങ്ങി ക്ലിയർ ആയിട്ട് എന്തായാലും പേയ്മെൻറ്റ് വാങ്ങട്ടെ പോയിട്ട്. ഓക്കെ, അങ്ങനെ പേയ്മെൻറ്റൊക്കെ കിട്ടി. നമുക്ക് നേരെ പാർക്കിങ്ങിലോട്ട് പോകട്ടോ. ഓക്കെ, പാർക്കിങ്ങിലോട്ട് പോകുന്നതിനെക്കാട്ടി മുമ്പ് നമ്മൾ ഇവിടെ നമ്മൾ വണ്ടി കയറ്റുമ്പോൾ ടിക്കറ്റ് കിട്ടും. അപ്പോൾ അത് ചെക്ക് ചെയ്യാം. 15 മിനിറ്റ് വരെ ഫ്രീ ആണ്. 15 മിനിറ്റ് കഴിഞ്ഞാൽ മണിക്കൂറിന് 3 റിയാലൊക്കെ വെച്ചാവും. അപ്പോൾ ഇവിടെ ഇപ്പോൾ മറ്റുള്ള സ്ഥലം കാണാനില്ല. അവിടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കാണിക്കും പേയ്മെൻറ്റ് ഉണ്ടോ ഇല്ലെന്ന്. നോ പേയ്മെൻറ്റ് എടുക്കുക. നോ പേയ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. കാരണം ആദ്യത്തെ 15 മിനിറ്റ് ഫ്രീ ആണല്ലോ. അതിന് ശേഷമാണ് നമുക്ക് പേയ്മെൻറ്റ് വരിക. ഇപ്പോൾ എവിടെയാണ് നിർത്തിയത്? ബേസ്മെൻറ്റ് 3 തോന്നുന്നു, ഓർമ്മയില്ല എവിടെ നിർത്തിയിട്ടുള്ളതെന്ന്. ബേസ്മെൻറ്റ് 3 പോയി നോക്കാം, നമുക്കറിയാൻ പറ്റും. അപ്പോൾ അതാണ് മുഷീരിബിൻ്റെ കഥ. മുഷീരിബിൽ ഇപ്പോൾ നല്ല ഇപ്പോൾ സമ്മറായി കഴിഞ്ഞ കാരണത്തിന്, ചൂടായ കാരണമേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബട്ട് വിൻ്ററിൽ അതിഗംഭീരമാണ്, സൂപ്പറാണ്. ഗംഭീരമായിട്ട് എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്ഥലം തന്നെയുണ്ട്. ഇനി നമ്മളെ പരിപാടി എന്ന് പറഞ്ഞാൽ വണ്ടി കഴുകണം. ഇതിൻ്റെ വണ്ടിയല്ല കേട്ടോ, അത് സനയുടെ വണ്ടിയാണ്. എൻ്റെ വണ്ടി സെൻട്രയാണ്. അത് കുറച്ച് കംപ്ലൈൻറ്റ് ഉണ്ട്. ചൂടായിട്ട് AC അതിൻ്റെ കംപ്രസർ മാറ്റാനായിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള നേരം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതാകെ പൊട്ടി പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. ഓക്കെ, ചാവിയാണ് ഞാൻ നോക്കുന്നത്, അതാണ് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നത്. ഓക്കെ, ഞാനിവിടെ മിസൈലിലാണ് കേട്ടോ എപ്പോഴും കാറ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വരിക. കാറിപ്പോടൊക്കെ എടുക്കുന്നുണ്ട്, കാറ് വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആകുമ്പോൾ പെട്ടെന്ന് തിരക്ക് കുറവാണ് ഉണ്ടാവില്ല. നമ്മൾ ടൈമിങ്ങിനനുസരിച്ചിട്ടേ നമുക്കറിയാം ഏത് ടൈമിലാണ് തിരക്ക് എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വരും. ഇവിടെ ജാക്ക് വാഷ് 45 റിയാലാണ്. മറ്റേ ബോഡി വാഷ് ആണെങ്കിൽ 25 റിയാൽ.
സെഡാൻ വണ്ടികൾക്ക്. നമ്മൾ ഈ SUV ആകുമ്പോൾ കൂടും. SUV ജാക്ക് വാഷിന് 50 റിയാലും സെഡാൻ വണ്ടിക്ക് എത്രയാണ്? അതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അല്ലേ. വാഷിങ് കഴിഞ്ഞിട്ടോ, വാഷിങ് കഴിഞ്ഞ് ഇത് ക്ലീനിങ് ആണ്. ഓക്കെ, ഉള്ളിൽ ക്ലീൻ ചെയ്യണം, പുറം തുടക്കണം, അങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. വേറെ വണ്ടി ഓരോരുത്തർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 വണ്ടി കഴിഞ്ഞാൽ നമ്മളെ വണ്ടി. ഇവിടെ വേറൊരു വണ്ടി കൂടെ ഉണ്ട്. ഇപ്പോഴത്തെ ഖത്തറിലെ ചൂട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ അറിയോ? ഇപ്പോൾ നാട്ടിൽ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കല്യാണത്തിനൊക്കെ പോയ ബിരിയാണി ചെമ്പിൻ്റെ അടുത്ത് പോയിക്കോലോ, ബിരിയാണി ചെമ്പിൻ്റെ അടുത്ത് പോയി എന്നുള്ള ചൂട് കാറ്റടിക്കുമല്ലോ, അതേപോലെയാണ് ഇപ്പോൾ ഇവിടുത്തെ ചൂട്. ബിരിയാണി ചെമ്പിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ആ ചൂട് കാറ്റ് പോലെ അമ്മാതിരി ചൂട് പറഞ്ഞാൽ അമ്മാതിരി ചൂടാണ്. സഹിക്കാൻ പറ്റുന്നില്ല. കയ്യൊക്കെ കണ്ടില്ല, കയ്യൊക്കെ ആകെ പൊളിഞ്ഞു തുടങ്ങി. പിന്നെ വാഷിംഗ് ഒക്കെ കഴിഞ്ഞിട്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നേരെ വീട്ടിലോട്ട് പോവുകയാണ്. ഇപ്പോൾ ടൈം എത്രയായി? ടൈം 11:30. ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകണം. ഡ്രസ്സ് എടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഡ്രസ്സ് പെരുന്നാൾക്ക് കഴിഞ്ഞിട്ട് സ്പെഷ്യലൊന്നും എടുക്കാനൊന്നുമില്ല. ഞാനങ്ങനെ പെരുന്നാൾക്ക് എന്ന് വിചാരിച്ചിട്ട് എടുക്കലൊന്നുമില്ല. എന്നാലും സനക്ക് എന്തായാലും ഡ്രസ്സ് എടുക്കണം. അപ്പോൾ പോയിട്ട് എടുക്കാം. എന്തായാലും ഇപ്പോൾ വീട്ടിൽ പോട്ടെ. വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല നീറ്റായിട്ടുണ്ട്, വണ്ടി നീറ്റായിട്ടുണ്ട്. നല്ല നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും ഇവിടെ തന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടി വരാം, വാഷ് ചെയ്യാൻ വേണ്ടി വരാം. അവർ നന്നായിട്ട് ചെയ്യും. കൊടുക്കുന്ന പൈസക്കുള്ള പണി കൃത്യമായിട്ട് എടുക്കും. നല്ല ആത്മാർത്ഥത്തോടെ തന്നെ അവിടെ ഉള്ളവരൊക്കെ വർക്ക് ചെയ്യും കേട്ടോ. അങ്ങനൊരു കാര്യം കൂടെ ഉണ്ട്. പോണ വഴിയിൽ നമുക്ക് ബാങ്കിലൊന്ന് കയറാനുണ്ട് കേട്ടോ. അപ്പോൾ ബാങ്കിലേക്ക് പോവുകയാണ്. ബാങ്കിലല്ല, ATM കൗണ്ടറിലാണ് പോകാനുള്ളത്. ATMൽ പോകേണ്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നേരെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ അൽ ജസീറ നെറ്റ്വർക്ക്, മീൻസ് അൽ ജസീറ TV ചാനൽ, അവരുടെ ഹെഡ് ഓഫീസ് എന്നല്ല, ഇതാണ് അവരുടെ മൊത്തം ബീൻ സ്പോർട്സ് ഒക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ. ബിന്നുമ്രാനിലാണ് ഇതുള്ളത്, ജസീറ ബീൻ സ്പോർട്സ് ഒക്കെ. ഖത്തർ മീഡിയ കോർപ്പറേഷൻ, റേഡിയോ, അങ്ങനെ ഫുൾ മീഡിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സംഭവങ്ങളും, ഖത്തറിൻ്റെ ഒഫീഷ്യൽ സംഭവങ്ങളൊക്കെ ഈ ഒരു കോമ്പൗണ്ടിലാണ്. അങ്ങനെ ഞാനും സനയും കൂടെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നിട്ടോ. സന നോക്കിക്കൊണ്ടിരിക്കുക. എൻ്റെ സെലക്ഷൻ ഉണ്ടോ സന? സെലക്ഷൻ ഇല്ലാതാ. മാക്സിലാണ് ഇപ്പോൾ ഞങ്ങൾ കയറിയിട്ടുള്ളത്. ഞങ്ങൾ മാൾ ഓഫ് ഖത്തറിലാണുള്ളത്. ആക്ച്വലി മാൾ ഓഫ് ഖത്തറാണ് എൻ്റെ ഫേവറേറ്റ് സ്പോട്ട്. ഡ്രസ്സ് എടുക്കാനൊക്കെ പെട്ടെന്ന് കുറേ സ്റ്റോറുകളുള്ള കാരണം തന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ നമുക്ക് വേണ്ട കളക്ഷൻസും ഉണ്ട് കേട്ടോ. ഇവിടെ എൻ്റെ ഫേവറേറ്റ് കളക്ഷനിൽ പെട്ടാണ് ഇങ്ങനത്തെ പച്ച സൈസൊക്കെ, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ കളർഫുള്ളായിട്ടുള്ളതൊക്കെ ഉണ്ട്. ഓഫേഴ്സും ഉണ്ട്, ചെറിയ ചെറിയ ഓഫേഴ്സ് ഉണ്ട്. വലിയ ഓഫർ എന്നുള്ളതല്ല, എന്നാലും കുഴപ്പമില്ലാത്ത ഓഫറുണ്ട്. ടീഷർട്ട്, ഷർട്ടുകളും ഒക്കെ ഉണ്ട്. ഏത് ബ്ലാക്കാണ്? ഏത് ബ്ലാക്കാ സന? ഇങ്ങോട്ട് വായോ. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ പോവാണ് കേട്ടോ. കഴിഞ്ഞു. ഞാൻ ആദ്യം വർക്ക് ചെയ്തിരുന്ന കമ്പനി കേട്ടോ, കിഡ്സ് മോണ്ടോ എന്നത് കാണുന്നത്, അത് ഈ മാൾ ഓഫ് ഖത്തറിൻ്റെ ഉള്ളിലാണ്. അവിടെയാണ് ഞാൻ ആദ്യം വർക്ക് ചെയ്തിരുന്നത്. അവിടെയും ഫോട്ടോഗ്രാഫറായിട്ട് തന്നെയായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ പെരുന്നാളിൻ്റെ പർച്ചേസ് കഴിഞ്ഞെന്നൊക്കെ.
അങ്ങനെ മാൾ ഓഫ് ഖത്തറിൽ നമ്മൾ പർച്ചേസ് ഒക്കെ ചെയ്തിട്ട്, പർച്ചേസ് ഒന്നുമില്ല, ജസ്റ്റ് പെരുന്നാളല്ലേ ചേട്ടൻ 2 ഡ്രസ്സ് എടുത്ത് അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ എടുക്കവിടെ ലുലുക്ക് പോകല്ലേ. സനക്കൊരു വാച്ച് നോക്കണം. അപ്പൊ പിന്നെ എനിക്ക് പറ്റുകയാണെങ്കിൽ നോക്കണം. ലുലുവിൽ കുറെ സ്റ്റോറുകളുണ്ട്. അപ്പൊ ലുലുവിന്റെ സ്റ്റോറുകളല്ല, ഈ ടൈം ഹൗസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ മിസൈല ലുലു ആണ്. മാൾ ഓഫ് ഖത്തറില് ഫുള്ള് ഒരു ബ്രാൻഡിന്റെ മാത്രം ഷോപ്പുകൾ അങ്ങനെ ഉണ്ടാവുള്ളൂ. ഈ ലുലുവിലുള്ള ഔട്ട്ലെറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്രാൻഡുകൾ ഒരു സ്ഥലത്ത് നിന്ന് കിട്ടും. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ലുലുവിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അവിടെ ടൈം ഹൗസ് അല്ലേ, ടൈം ഹൗസിലേക്കാണ് നമ്മൾ പോകാൻ ശ്രമിക്കുന്നത്. നോക്കാം, പോയേക്കാം. ഇതല്ലേ, അത് വാങ്ങാലോ. റോസ് ഗോൾഡിൽ തന്നെ വേറെ കാണിച്ചാലോ. റോസ് ഗോൾഡ്, ഫുൾ റോസ് ഗോൾഡ് അല്ലേ? ആ, നമ്മൾ ഈ വാച്ചാണ് കേട്ടോ സെലക്ട് ചെയ്തത്. ഈ ബ്രാൻഡിന്റെ ഈ വാച്ചാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ ആ ലുലുന്ന്, മിസൈല ലുലുന്ന് ഇറങ്ങിട്ടോ. അവിടെ ഞാൻ കാറ്റിന്റെ വാച്ചാണ് നോക്കുന്നത്. പണ്ട് ഇവിടെ ഖത്തറിൽ വന്ന ഇപ്പോഴത്തെ ആഗ്രഹമൊന്നുമല്ല, ഒരു 8 കൊല്ലം മുമ്പത്തെ ആഗ്രഹം. അന്ന് ഈ സെൻട്രൽ പോയിന്റില് ഞങ്ങൾ സെറ്റിലാണ് താമസിച്ചിരുന്നത് ഞാൻ. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ സെൻട്രൽ പോയിന്റ് ഉണ്ട്, എല്ലാ സ്കൂളുകളും. അപ്പോൾ അവിടെ പണ്ട് ഒരു കാറ്റിൻ്റെ വാച്ച് കണ്ടിരുന്നു. പിന്നെ അതങ്ങനെ വിട്ട്. അപ്പോൾ ഇപ്പോൾ ഒരു ഓർമ്മ വന്ന് നോക്കുമ്പോൾ കാറ്റിൻ്റെ വാച്ച് നോക്കിയാലോ എന്നുള്ളത്. അപ്പോൾ അവിടുന്ന് ഇപ്പോൾ ഞങ്ങളിപ്പോൾ പോയടുത്തുനിന്ന് സനക്കുള്ള വാച്ച് വാങ്ങി. എനിക്കുള്ള വാച്ച് പോയി നോക്കുന്നത്. അപ്പോൾ അവിടുന്ന് പറഞ്ഞ് മത്രകദീം ലുലുവിലാണ് ഉണ്ടാവുക കാറ്റിൻ്റെ. ഏതാണ് അവരുടെ ഡീലർഷിപ്പ്? അവർ ചോയ്സിന് കുറച്ച് കൂടുതൽ ഷോപ്പുകളുണ്ട് ഇവിടെ. അപ്പോൾ ഏതായാലും മത്രകദീമിൽ ലുലുവിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മത്രകദീമിലുള്ള ഡി റിങ്ങിലുള്ള ലുലുവിലോട്ട് നമ്മൾ എത്തിക്കുകയാണ് കേട്ടോ. ഖത്തറിൽ ഏറ്റവും കൂടുതൽ സെയിലുള്ള ലുലു ആണിത്. ഇതിൻ്റെ കച്ചവടം പൊട്ടിക്കാൻ പറ്റിയിട്ടുള്ള വേറൊരു ലുലു വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്രയും കച്ചവടമുള്ള ഒരു ലുലു ആണിത്. അങ്ങനെ 8 കൊല്ലം മുമ്പുണ്ടായിരുന്ന ആഗ്രഹം ഇപ്പോൾ സാധിച്ചു കേട്ടോ. അത്ര വലിയൊരു ആഗ്രഹമൊന്നും അല്ലായിരുന്നു, എന്നാലും അന്ന് മറന്നു വെച്ച ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ പോലെ അല്ലേ സന? ഞാൻ മറന്നു പോയതാണ്. ശ്രദ്ധയിൽ പെട്ടിരുന്നല്ല അതിനായിട്ട്. അതെ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം, കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിലുണ്ട് സാധനം, നല്ല മഞ്ഞ കളർ സാധനം. ഞാൻ കാറിലെത്തട്ടെ, കാറിൽ എത്തിയിട്ട് നമുക്ക് തുറന്ന് കാണിക്കാം. സനക്ക് വാങ്ങിയതിട്ട് എന്താണ് ഡാനിയൽ ക്ലൈൻ്റെ വാച്ചാണ് വാങ്ങിയത്. വളരെ സിമ്പിളായിട്ട് കുറേ കല്ലുകളൊക്കെ ഉള്ളൊരു വാച്ച്. പാക്കിങ് പോരട്ടെ സന. ഞാൻ പറയാ, ഞാൻ കാറ്റ് കാണിച്ചിട്ടില്ലല്ലോ. ഇതാണ് വാച്ച്. രസമുണ്ട്, സംഭവം രസമുണ്ട്. സനയുടെ കൈക്ക് നന്നായി ചേരുന്നൊക്കെ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഇത് 1 year വാറണ്ടി ഒക്കെ ഉണ്ട്. ഇന്റർനാഷണൽ ബ്രാൻഡാണ്. ഇന്റർനാഷണൽ ബ്രാൻഡ് എന്ന് പറയില്ല, ബ്രാൻഡ് എന്നല്ലേ പറയുള്ളൂ. ഇന്റർനാഷണൽ എന്ന് പറയും. ചില ബ്രാൻഡ്സ് ഇന്ത്യയിൽ മാത്രമാവില്ല. അങ്ങനെയുണ്ട്, അറിയില്ല. അപ്പോൾ അത് ഒരു പാക്കിങ് പോരാ. അങ്ങനെയല്ല, മറ്റേ ചിലക്ക് അങ്ങനെയല്ല. സൈഡ് ഇങ്ങോട്ട് തന്നെ നിങ്ങൾ ക്യാറ്റ് എടുത്തു. ഇനി ഞാൻ വാങ്ങിയ വാച്ച് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 8 കൊല്ലം ഞാൻ ഖത്തറിൽ വന്ന ടൈമിൽ ഞാൻ ആഗ്രഹം, നമുക്ക് ഇത് വലിയൊരു ആഗ്രഹം തോന്നുന്നു ഞാൻ പറഞ്ഞിട്ട് അവകാശപ്പെടുന്നൊന്നുമില്ല. നമ്മളൊരു പേഴ്സണൽ ഒരു ആഗ്രഹം ഇങ്ങനെ കാണുമായിരുന്നു. അപ്പോൾ
ഇപ്പോഴാണ് അത് വാങ്ങാനുള്ളൊരു സാഹചര്യം ഉണ്ടായത്. ക്യാറ്റ് പിന്നെ ബോക്സൊക്കെ ഉണ്ടല്ലേ. ആ ഒരു ക്യാറ്റ് എനിക്ക് അറിയില്ല, നിങ്ങൾ ക്യാറ്റിന് എത്രത്തോളം ആളുകൾ അറിയുമെന്നുള്ള അറിയില്ല. പക്ഷെ അറിയുന്നവർക്ക് അറിയാം, ഒരു റഫ് ആൻഡ് ടഫ് സാധനമാവും. അപ്പം അതുപോലെ തന്നെ അതിൻ്റെ ബോക്സും അതേപോലെ തന്നെ. ഞാൻ മഞ്ഞ വാച്ച് കാണിച്ചു കൊടുത്തു അവിടെ അപ്പുറത്ത് നോക്കട്ടെ. അവിടെ അല്ല അപ്പുറത്ത്. റഫ് ആൻഡ് ടഫ് അല്ലേ? റഫ് ആൻഡ് ടഫ് ആണേ, അതാണ് പ്രശ്നം. തുറക്കണറില്ല, അവിടെ പോയി നോക്കേണ്ടി വരും. കിട്ടി സംഭവം സിമ്പിളാട്ടോ. ഇതാണ് വാച്ച്. സംഭവം മഞ്ഞ കളർ ഞാൻ നോക്കി വാങ്ങിയത് തന്നെയാണ് കേട്ടോ. മഞ്ഞ കളർ ക്യാറ്റ് ആകുമ്പോൾ മഞ്ഞ കളറാണ്, മഞ്ഞ അല്ലെങ്കിൽ ബ്ലാക്ക്. സൂര്യനെക്കാട്ടിലും മഞ്ഞ. സിമ്പിൾ എന്നൊക്കെ സംഭവം ഒരു ഫാൻസി ടൈപ്പാണ്. പക്ഷെ ക്യാറ്റിൻ്റെ ആകുമ്പോൾ മഞ്ഞയാണ്. സിമ്പിൾ വാച്ചാണ്. ഓക്കെ മോനെ പൊളി കേട്ടില്ലേ. അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മളെ ഈദിൻ്റെ പർച്ചേസൊക്കെ തീർന്നു. ഈദിനെ വെച്ചിട്ട് വാങ്ങിയതൊന്നല്ല കേട്ടോ, പക്ഷേ വാങ്ങി നോക്കുമ്പോൾ ഈദായി പോയി എന്നുള്ളേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ഈ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. ഈവനിങ് ടൈം 5:19 5:30 നേരെ വീട്ടിൽ പോകുന്നു. അങ്ങനെ ഈവനിങ് സ്പെൻഡ് ആക്കുന്നു. നോമ്പ് തുറക്കുന്നു. എനിക്ക് നോമ്പില്ല, സനക്ക് നോമ്പുണ്ട്. അപ്പോൾ സന നോമ്പ് തുറക്കുന്നു. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ നല്ലപോലെ വെക്കാൻ പറ്റുന്നില്ല, ഇതാണ് ഞാൻ നോക്കിക്കൊണ്ട്. ഓക്കെ, അപ്പോൾ വീണ്ടും അടുത്തൊരു വ്ളോഗുമായിട്ട് കാണാം. ഈ വ്ളോഗിൽ പ്രത്യേകിച്ചൊന്നുമില്ല, വെറുതെ ഒരു സന്തോഷങ്ങൾ പങ്കുവെക്കാനുള്ളൊരു വ്ളോഗ് പോലെ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. വീണ്ടും അടുത്തൊരു വ്ളോഗുമായിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.